Welcome back to my channel. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേറെ യാതൊരു പ്രശ്നങ്ങളില്ലാതിരുന്നിട്ടും സംസാരം വൈകുന്നു, ഒരു സംസാരത്തിനൊരു ഡിലേ വരുന്നു, അല്ലെങ്കിൽ മറ്റു കുഞ്ഞുങ്ങൾ അവരുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ പോലെ നന്നായി സംസാരിക്കുന്നില്ല. ഈ ഒരു സംസാരം പരിപോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സംസാരം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിന് ആവശ്യമായ കുറച്ച് സ്പീച്ച് തെറപ്പി ടെക്നിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഫ്ലാറ്റിലൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർ, അമ്മ അച്ഛൻ കുഞ്ഞ് അങ്ങനെ മാത്രം ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഞ്ഞിൻ്റെ സംസാരം ലേറ്റ് ആവാതിരിക്കാൻ ഏതൊക്കെ രീതിയിൽ നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ കുഞ്ഞിൻ്റെ സംസാരം നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊക്കെയും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ സ്പീച്ച് തെറാപ്പിയുടെ ഒരു 10 ടെക്നിക്സും കാര്യങ്ങളുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ മുഴുവനായിട്ടും കാണണം. നിങ്ങൾ എന്നെ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേര് സുനേന, ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ആണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് സ്റ്റാർട്ട്. ടെക്നിക്സിലേക്ക് കടക്കും മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇമ്പോർട്ടൻസ് ഓഫ് കൺസൾട്ടേഷൻ. നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു സ്പീച്ചിലൊരു ഡിലേ അല്ലെങ്കിൽ സംസാരം മറ്റുള്ള കുഞ്ഞുങ്ങളുടെ അത്ര നന്നായിട്ടില്ല അല്ലെങ്കിൽ അവരത്ര സംസാരിക്കുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ ഗസ് ചെയ്ത് ഇപ്പോൾ സംസാരിക്കും, കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കും, അങ്ങനെയൊന്നും വിചാരിച്ച് ഒരിക്കലും ഇരിക്കാൻ പാടില്ല. അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ ഒരു COVID-19 സിറ്റുവേഷനിൽ നേരിട്ടുള്ള കൺസൾട്ടേഷൻ പലർക്കും ഒരു ഭയമാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ സമയത്ത് നിർബന്ധമായും ഒരു ഓൺലൈൻ കൺസൾട്ടേഷനെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം ഇമ്പോർട്ടൻസ് ഓഫ് നോയിങ് ദ മൈൽസ്റ്റോൺസ് ആണ്. അതായത് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ, സംസാരത്തിൻ്റെ വളർച്ചയിൽ എത്ര വയസ്സാകുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ പറയും, 3 വയസ്സാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ എത്ര മാത്രം വാക്കുകൾ ആ കുഞ്ഞിന് അറിയാൻ പറ്റും, അങ്ങനെ ആ കുഞ്ഞിൻ്റെ സംസാരത്തിൻ്റെ ആണെങ്കിലും മോട്ടോർ മൈൽസ്റ്റോൺസ് ആണെങ്കിലും മൈൽസ്റ്റോൺസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്പീച്ച് തെറാപ്പിയുടെ 10 ടിപ്സ് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഐ കോണ്ടാക്ട്. ഐ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞ് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ പേര് വിളിക്കുമ്പോൾ കുഞ്ഞ് കറക്റ്റായിട്ട് നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടോ, അതാണ് ഐ കോണ്ടാക്ട്. അത് സ്പീച്ചിൻ്റെ ഡെവലപ്മെൻറ്റിന് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു കുഞ്ഞ് നമ്മുടെ മുഖത്തേക്ക് നോക്കിയാൽ മാത്രമേ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ എക്സ്പ്രഷൻസും നമ്മുടെ ടങ്കും എല്ലാം തന്നെ ഓരോ അക്ഷരങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ കുഞ്ഞ് മുഖത്തേക്ക് നോക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ആ ഒരു ഐ കോണ്ടാക്ട് കുറവാണെങ്കിൽ അതിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ, കുഞ്ഞിനോട് കണ്ടിന്യൂസ്ലി ആവശ്യപ്പെടാം, മുഖത്തേക്ക് നോക്കാൻ വേണ്ടി കണ്ടിന്യൂസ്ലി ആവശ്യപ്പെടാം. സെക്കൻഡ് വൺ, അങ്ങനെ ആവശ്യപ്പെട്ടിട്ടും നോക്കുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി കുഞ്ഞിൻ്റെ മുഖം നമ്മുടെ മുഖത്തിന് നേരെ പിടിച്ച് മാത്രം എല്ലാ സമയവും സംസാരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എന്തുമായിക്കോട്ടെ അത് നമ്മുടെ ഐ ലെവലിൽ വെച്ചതിന് ശേഷം സംസാരിക്കുക. അപ്പോൾ ആ കുഞ്ഞ് നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റിലേക്ക് നോക്കുന്നത് വഴി നമ്മുടെ മുഖത്തേക്ക് ശ്രദ്ധ വരും. അങ്ങനെ നമുക്ക് ഐ കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. രണ്ടാമത്തേതാണ് അറ്റൻഷൻ. അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു തീരുന്നത് വരെ കുഞ്ഞ് ശ്രദ്ധിച്ച് ഇരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവനൊരു കളിയിലോ അല്ലെങ്കിൽ എന്തൊരു ആക്ടിവിറ്റി കൊടുത്താൽ ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവുന്നത് വരെ ശ്രദ്ധയോടെ ഇരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അറ്റൻഷൻ. അങ്ങനെ അറ്റൻഷൻ കുറവാണെങ്കിൽ നമ്മൾ തീർച്ചയായും അതിൽ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു നോക്കാവുന്ന 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങളാണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കുഞ്ഞിനോട് സംസാരിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടെന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഇമോഷൻസും ആംഗ്യ ഭാഷയും ഒക്കെ ഉപയോഗിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുഞ്ഞിനോട് സംസാരിച്ച് നമ്മുടെ സംസാരത്തിലേക്ക് അതിൻ്റെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതായത് പലതരം സൗണ്ട്സ് യൂസ് ചെയ്യാം, പലതരം എക്സ്ക്ലമേഷൻസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പല രീതിയിലുള്ള ആംഗ്യങ്ങൾ യൂസ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും മുഖത്തെ എക്സ്പ്രഷൻസ് വെച്ചിട്ടാണ് എങ്ങനെയാണെങ്കിലും ആ ഒരു കുഞ്ഞിൻ്റെ ശ്രദ്ധ നമ്മുടെ സംസാരത്തിലേക്ക് കൊണ്ടുവരാം. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും പിക്ചേഴ്സോ അല്ലെങ്കിൽ കളറിങ്ങോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ആ ഒരു കളറിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് അതിനുള്ള ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ആ ഒരു സംസാരത്തിലേക്ക് അവൻ്റെ ശ്രദ്ധ പൂർണ്ണമായും വരുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഈ അറ്റൻഷനിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ജോയിൻറ്റ് അറ്റൻഷൻ. ജോയിൻറ്റ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സാധനത്തിലേക്ക് കൈ ചൂണ്ടി അവിടേക്ക് നോക്കാൻ പറയുമ്പോൾ കുഞ്ഞ് അവിടേക്ക് നോക്കുന്നുണ്ടോ, അതാണ് ജോയിൻറ്റ് അറ്റൻഷൻ. നമ്മളിപ്പോൾ ഒരു ഭംഗിയുള്ള ഡോൾ കാണി, അതാ മോൻ നോക്കൂ നല്ലൊരു ഡോള് കാണുന്നില്ലേ, അപ്പോൾ നമ്മൾ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് കുഞ്ഞ് നോക്കുന്നുണ്ടോ, നമ്മൾ പറയുന്ന ഭാഗത്തേക്ക് കുഞ്ഞ് നോക്കുന്നുണ്ടോ, അതാണ് ജോയിൻറ്റ് അറ്റൻഷൻ. ആ ഒരു ജോയിൻറ്റ് അറ്റൻഷനും ഉണ്ടോ എന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സെൽഫ് ടോക്കാണ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണോ അത് നമ്മളിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ റൂം ക്ലീൻ ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് നമ്മളിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുക. ഇതാ അമ്മ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അമ്മ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നു, ഇനി അമ്മ ഈ വെജിറ്റബിൾസ് വെള്ളത്തിലിട്ട് വേവിക്കാൻ
പോവുകയാണ്, എന്നിട്ട് അമ്മ ഇത് ചെയ്യും. അങ്ങനെ സെൽഫ് ടോക്ക്, നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ കുഞ്ഞ് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ശ്രദ്ധിക്കുകയും അതുവഴി അവൻ്റെ വൊക്കാബുലറി കൂടാനും ചാൻസ് ഉണ്ട്. നാലാമത്തെ ഒരു കാര്യം പാരലൽ ടോക്കാണ്. പാരലൽ ടോക്ക് എന്ന് പറയുമ്പോൾ കുഞ്ഞ് എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ അവന് വേണ്ടി ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കുഞ്ഞൊരു പർട്ടിക്കുലർ ടോയ് വെച്ച് കളിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ എന്താണോ ചെയ്യുന്നത് അത് എക്സാക്ട്ലി അവൻ അതുപോലെ ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ അവന് കളറിങ് ചെയ്യുകയാണെങ്കിൽ മോനിപ്പോൾ റെഡ് ക്രയോൺ എടുത്തിട്ട് കളറിങ് ചെയ്യുകയാണല്ലേ, ഇപ്പോൾ റെഡ് ക്രയോൺ എടുത്ത് ആപ്പിൾ കളർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ എന്താണോ ചെയ്യുന്നത് അത് അവന് അതേപോലെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ് പാരലൽ ടോക്കിൽ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഫിഫ്ത്ത് വൺ, ഡിമാൻഡിങ്. ഡിമാൻഡിങ് എന്ന് പറയുമ്പോൾ എന്ത് കാര്യത്തിലും ഒരു കമ്മ്യൂണിക്കേഷൻ നീഡ് അവിടെ വരുത്തുക എന്നുള്ളതാണ്. അതായത് കുഞ്ഞിന് സംസാരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരിച്ചാൽ മാത്രമേ അവർക്ക് അത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു സാധനം കിട്ടുകയുള്ളൂ എന്നുള്ളൊരു നീഡ് അവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവൻ സംസാരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ കുഞ്ഞ് പറയുന്നതിന് മുന്നേ അല്ലെങ്കിൽ കുഞ്ഞ് ആവശ്യപ്പെടുന്നതിന് മുന്നേ നമ്മൾ എല്ലാ സാധനങ്ങളും അറിഞ്ഞു കൊടുക്കുകയാണ്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സംസാരത്തിൻ്റെ ആവശ്യകത വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു നീഡ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ് ഡിമാൻഡിങ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞ് എന്ത് സാധനത്തിനാണെങ്കിൽ എന്തോ ആയിക്കോട്ടെ, എന്ത് വെള്ളത്തിനാണെങ്കിലും ടോയ്ക്കാണെങ്കിലും അവനത് പറയുന്നത് വരെ, അല്ലെങ്കിൽ അവനെ കൊണ്ടത് പറയിപ്പിക്കാൻ വേണ്ടി പരമാവധി ഡിമാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അവന് ക്ലൂ കൊടുക്കുക. എന്താണ് വേണ്ടത്, ഇതാണോ വേണ്ടത്, അല്ലെങ്കിൽ മോനി ഇതാണോ വേണ്ടത്, അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടൊക്കെ ചെയ്യിക്കുന്നതാണ് ഡിമാൻഡിങ്ങിൽ കൂടി നമ്മൾ ചെയ്യുന്നത്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. സ്പീച്ച് തെറാപ്പിൻ്റെ കാര്യത്തിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കാണ് കുഞ്ഞുങ്ങൾക്ക് സ്പീച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് വൺ ആണ് ഗ്രീറ്റിംഗ്സ്. അതായത് നമ്മൾ ഹായ്, ബായ്, സാധാരണ ഹലോ, ഹായ് എന്തോ ആയിക്കോട്ടെ അത് കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുക എന്നുള്ളതാണ്. ആര് വന്നാലും അല്ലെ ആരോടത്ത് സംസാരിക്കുമ്പോഴും ടോയ്സിൻ്റെ അടുത്താണെങ്കിലും എല്ലാം കണ്ണാടി നോക്കിയിട്ടാണെങ്കിലും എല്ലാം തന്നെ ആ ഒരു ഹായ്, ബായ് അങ്ങനെ ഒരു ഗ്രീറ്റിംഗ് അങ്ങനത്തെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതൊരു സോഷ്യൽ സ്കില്ലും കൂടിയാണ്. വളരെ നല്ലൊരു കാര്യമാണ് അങ്ങനെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഗ്രീറ്റിംഗ്, ഹായ്, ബായ് ഇത് ശീലിപ്പിക്കുന്നത് ഒരു കുഞ്ഞിന് ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം കൂടിയാണ് നമ്മൾ ഇതിൽ കൂടി ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്പീച്ച് തെറപ്പി ടെക്നിക്കാണ്. നെക്സ്റ്റ് മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കുഞ്ഞിന് ആ സമയത്ത് എന്താണോ പറയേണ്ടി വരുന്നത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മോഡൽ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ ജസ്റ്റ് കുഞ്ഞ് എന്തെങ്കിലും പറയാൻ വിചാരിക്കുകയാണ്, പക്ഷെ അത് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പറയാം, ഞാൻ ഇവിടെ പോവുകയാണ്, എനിക്ക് ബാത്റൂമിൽ പോകണം, അങ്ങനെ പറയൂ, എനിക്ക് ബാത്റൂമിൽ പോകണം. അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് റിപ്പീറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു ടെക്നിക്കാണ് മോഡലിംഗ്. നമ്മൾ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നതാണ് ഇവിടെ പറയേണ്ടതെന്നൊരു ഫ്രേസ്. അതും ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടെക്നിക്ക്. നമ്മൾ മോഡൽ ചെയ്ത് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ കുഞ്ഞിനത് എക്സാക്ട്ലി അതുപോലെ തിരിച്ചു പറയാൻ പറ്റിയില്ലെങ്കിലും അവൻ്റെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ആകും. അതായത് നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടാൽ നമ്മൾ ഇങ്ങനെയാണ് പറയേണ്ടത്, ഇങ്ങനെയാണ് ഞാൻ ഫ്രേസസ് അല്ലെങ്കിൽ വേർഡ്സ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്പീച്ച് തെറാപ്പി ടെക്നിക്കാണ്. നെക്സ്റ്റ് 7th വൺ ആണ് ഒബ്ജക്റ്റ് ടു ഒബ്ജക്റ്റ് മാച്ചിങ്. അതായത് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ടു പിക്ചർ മാച്ചിങ് ഏതോ ആയിക്കോട്ടെ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണത്. അതായത് ഒരു സിമിലർ ഒബ്ജക്റ്റ് ആപ്പിൾ ഇത് രണ്ടും സെയിം ആണ്. ആപ്പിളിൻ്റെ പിക്ചറും ഒറിജിനൽ ആപ്പിളും വെച്ചിട്ട് ഇത് രണ്ടും സെയിം ആണ്. അങ്ങനെ മാച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കഴിവ് നമ്മുടെ കുഞ്ഞിനുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത്. റീഡിംഗ് ആണ് നെക്സ്റ്റ് 8th ടെക്നിക്. റീഡിംഗ് എന്ന് പറയുമ്പോൾ വായനയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി അല്ലെങ്കിൽ ഒരു നന്മയെ പറ്റി ഞാൻ ഒരിക്കലും അധികം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളിൽ ഒരു ഭൂരിഭാഗം പേരും കരുതുന്നത് സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കൂളിൽ ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വായന ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിലൊരു ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ കുഞ്ഞുങ്ങളിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. അങ്ങനെയല്ല, നമുക്ക് വായന വളരെ ചെറുപ്പത്തിലേ തുടങ്ങാം. അതായത് ഈ ഒരു പിക്ചർ ബുക്സ് അല്ലെങ്കിൽ സ്റ്റോറി ബുക്സ്, ഒരുപാട് പിക്ചേഴ്സുള്ള ബുക്സ് വെച്ചിട്ട് അവർക്ക് കഥ പറഞ്ഞു കൊടുക്കാനും പിക്ചേഴ്സിലെ ഓരോ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും നമ്മൾ ഒരുമിച്ചിരുന്ന് വായിക്കുന്നതും ഒക്കെയും കുഞ്ഞുങ്ങളുടെ സ്പീച്ചിൻ്റെ ഡെവലപ്മെൻറ്റിനായാലും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനായാലും അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനായാലും എല്ലാം തന്നെ വളരെ അധികം സഹായിക്കും. ഈ ഒരു നമ്മൾ ചെറുപ്പത്തിലേ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലുതാകുമ്പോൾ അവർക്ക് ബുക്സിനോടുള്ള ഒരു ഒരു ഇൻട്രസ്റ്റ് കൂടാതെ നല്ല വായനക്കാരായി വളരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ചെറിയ മക്കൾക്ക് 1 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ 1.5 വയസ്സ് തൊട്ട് നമുക്ക് ഇങ്ങനത്തെ ചെറിയ പിക്ചർ ബുക്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അവർക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. അതുവഴി അവരുടെ ശ്രദ്ധയും ഐ കോൺടാക്റ്റും എല്ലാം തന്നെ എല്ലാ ഡെവലപ്മെൻറ്റും വളരെ നല്ലൊരു കാര്യമാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ 10th വൺ റീഇൻഫോഴ്സ്മെൻറ്റ്. അതായത് അവർ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ നമ്മൾ പറയുന്നത് പോലെ അവർ ചെയ്ത് കാരണം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ്, നമ്മൾ പറഞ്ഞ പോലെ ഒരു വേർഡ് പുതിയതായിട്ടുള്ള വേർഡ് പറഞ്ഞു, നമ്മൾ പറഞ്ഞ പോലെ അവർ മുഖത്തേക്ക് നോക്കി പറയുന്നത് വരെ ശ്രദ്ധിച്ചിരുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് നമ്മളൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. അതായത് ഒരു ക്ലാപ്പ് വെച്ചിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, വെരി ഗുഡ് ബോയ് അല്ലെങ്കിൽ ഗുഡ് ഗേൾ, അല്ലെങ്കിൽ അവർക്ക് ചോക്ലേറ്റ്, അവർക്ക് ഇഷ്ടമുള്ള ടോയ്സ് അങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ട്
അവരെ ഇനിയും ആ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവരെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അതിൽ തന്നെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ അവർ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കാര്യം ചെയ്തില്ല, നമ്മൾ പറഞ്ഞ പോലെ ഒരു വേർഡ് റിപ്പീറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയുന്നത് പോലെ അനുസരിക്കുന്നില്ല എന്നാണെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്യുക. ഒന്നുകിൽ നമ്മൾ അവർക്ക് മുന്നേ കൊടുത്ത ടോയ് തിരിച്ചു വാങ്ങുക, അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊടുത്ത ചോക്ലേറ്റ് തിരിച്ചു വാങ്ങുക, അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ അവരെ എന്താ പറയുക, എന്നാൽ പിന്നെ അമ്മ ഇനി മിണ്ടില്ല, അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം ആ ഒരു സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു മൈൻഡ് കുഞ്ഞിന് വരികയും നമ്മൾ ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ അവന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. എന്ത് കാര്യം കുഞ്ഞ് നല്ല രീതിയിൽ ചെയ്താലും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടെക്നിക്കാണത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വളരെ കുറച്ച് ലെങ്ത് വീഡിയോ ആണ്, പക്ഷേ ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഉപകാരപ്രദമായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരൊറ്റ വീഡിയോസ് പോലും മിസ്സാവുന്നതായിരിക്കില്ല. കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിൽ വീഡിയോ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് ആക്കിയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് വഴി ഇൻസ്റ്റഗ്രാം വഴിയോ എന്നെ അറിയിക്കാവുന്നതാണ്. നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.